ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളെ ഇപ്പോൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തേർഡ് പാർട്ടിക്ക് ലഭിക്കുന്ന കർമ്മ എന്താണെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കർമ്മ ലഭിക്കുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് വീഡിയോയാണ്. റീഡിംഗ് കാണുന്നതിന് മുൻപ് നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് കർമ്മയായിരിക്കും നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു തേർഡ് പാർട്ടിക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ കിങ് ഓഫ് വാൻഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒന്നിനെയും ഭയക്കാത്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യുന്നതിനും വളരെയധികം ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എന്നെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു സമയത്ത് അവർ വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴത്തെ കറണ്ട് എനർജിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്ത് കർമ്മയാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. എയ്സ് ഓഫ് സോർട്സിന്റെ എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത് ഒരു അതായത് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വളരെയധികം പരിചയമുള്ള ചില വ്യക്തികളൊക്കെ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അറിയുന്ന ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇത്രയും കാലം ഇത് അവർ സീക്രട്ടായിട്ട് കൊണ്ടു നടന്നതാണെങ്കിൽ എയ്സ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് പുറത്തോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് മറഞ്ഞിരുന്ന സത്യങ്ങൾ പുറത്തോട്ട് വരാൻ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇത് ഈ ഒരു തേർഡ് പാർട്ടിയെ മാനസികമായി തകർത്ത് കളയുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ സെവൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇതുവരെയും തേർഡ് പാർട്ടിക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ഒരു ആശയക്കുഴപ്പം, ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സെവൻ ഓഫ് വാൻഡ്സിന്റെ എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിക്കരികിൽ ഈ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ഒരു ബൗണ്ടറി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള ഈ ഒരു സ്ഥിതി മാറുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു സ്ഥിതി മാറി ഒരു ബൗണ്ടറി വെക്കുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതായത് ഇത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ അകന്നു നിൽക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്ക് അരികിലോട്ട് തന്നെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഉണ്ടാവുകയും ഇവർ നിങ്ങൾക്ക് അരികിലോട്ട് തന്നെ വീണ്ടും തിരികെ വരികയും ചെയ്യുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്ത് കർമ്മയാണ് തേർഡ് പാർട്ടിക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് വളരെയധികം പ്രതീക്ഷയോട് കൂടി ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു തേർഡ് പാർട്ടി പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഒരു ഫലം ഇല്ലാതെ ആയി പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിലൂടെ ഈ ഒരു തേർഡ് പാർട്ടി പതുക്കെ പതുക്കെ ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തോട്ട് പോകും. അതായത് മനസ്സുകൊണ്ട് പോകില്ലെങ്കിലും അല്ലാതെ ഇവർ അവരുടെ ഒരു ശരീരം കൊണ്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്ത് കർമ്മയാണ് തേർഡ് പാർട്ടിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തേർഡ് പാർട്ടിക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് ഇവർക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തികൾ തന്നെ ഇവർക്ക് ശത്രുക്കളായി തീരുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഇവർക്ക് അടുപ്പമുള്ള വ്യക്തികൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അടുപ്പമുള്ള വ്യക്തികൾ പോലും ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഏകാന്തത, അതുപോലെ തന്നെ ആരോരും ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങൾ ആരോടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേ ഒരു അവസ്ഥയിൽ ഈ ഒരു തേർഡ് പാർട്ടിയും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു അവസ്ഥയിലോട്ട് ഈ ഒരു തേർഡ് പാർട്ടി പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടിക്ക് ലഭിക്കുന്ന കർമ്മ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്നത് ടു ഓഫ് വൺസിന്റെ എനർജിയാണ്. അതായത്
ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയുമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം തെറ്റിപ്പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തകർന്നു പോയ ആ ഒരു നിരാശയിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്നത് ക്യൂൺ ഓഫ് സോർട്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് വളരെയധികം ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ ഏകാന്തത ഇതൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ പോലും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു ക്യൂൺ ഓഫ് സോർട്സിന്റെ എനർജിയിലോട്ട് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആരെ അടുപ്പിക്കണം ആരെ അടുപ്പിക്കേണ്ട എന്ന് നിങ്ങൾ വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങളിവിടെ നിങ്ങളുടെ ആ ഒരു ഹൃദയം ഉപയോഗിച്ചു ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ ഇനി നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ടൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിക്കുക അല്ലാതെ നിങ്ങളുടെ ഹൃദയം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ആ ഒരു വേദനകൾ ഇതൊക്കെ വെച്ചാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ ഇനി നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിക്കില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റപ്പെടലൊക്കെയാണ് അനുഭവിക്കുന്നത്. പക്ഷെ ഇത് സ്ഥിരതയുള്ള, അതായത് ഈ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഇത് പെർമനന്റ് അല്ല, ഇത് താൽക്കാലികമാണ്. ഇത് മാറുമെന്ന് കാണിക്കുന്നുണ്ട്. ഇത് മാറിയതിനു ശേഷം നിങ്ങളൊരു ക്യൂൺ ഓഫ് സോർട്സിന്റെ എനർജിയിലോട്ടൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ക്യൂൺ ഓഫ് വാൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ ഇവിടെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങൾ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് കിട്ടുവാനായിട്ടുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടിക്ക് എന്ത് കർമ്മയാണ് ലഭിക്കുന്നതെന്ന്. നമുക്കിവിടെ 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നഷ്ടമാണ് കൂടുതലും ഈ ഒരു തേർഡ് പാർട്ടിക്ക് എല്ലാ തരത്തിലുമുള്ള നഷ്ടമാണ് സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് പ്രിയപ്പെട്ടവരുടെ നഷ്ടം, അതുപോലെ തന്നെ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ അകന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരോരുമില്ലാത്ത ഒരവസ്ഥ, ഒറ്റപ്പെടൽ ഇതൊക്കെയാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് നേരിടേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് മുൻപല്ലെങ്കിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ഇപ്പോൾ ഇവിടെ ആഘോഷിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വേദന അത് മനസ്സിലാക്കാതെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവർ ഈ ഒരു ബന്ധം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ളൊരു പരാജയമാണ് ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി ഒരുപാട് ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ ആരോരുമില്ലാത്ത അവസ്ഥ, അതുപോലെ പ്രിയപ്പെട്ടവർ ഇവരിൽ നിന്നും അകന്നു പോകുന്ന ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലോട്ട് അവർ പോകുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് അതേ സെയിം അവസ്ഥ തന്നെ ആ ഒരു തേർഡ് പാർട്ടിക്കും അതായത് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി കൂടുതലായിട്ട് ഒരു അനുഭവം ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. കർമ്മയുടെ വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകളൊന്നും സ്ഥിരമായിട്ടുള്ളതല്ല. ഈ ഒരു വേദനകൾ നിങ്ങൾക്ക് വന്നത് തന്നെ നിങ്ങളെ വളർത്താനായിട്ടാണ്, നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തരാനായിട്ടാണ്. ഈ ഒരു ആത്മവിശ്വാസത്തിലൂടെയാണ്, അതായത് ഈ ഒരു വേദനയിൽ നിന്നും ചില കാര്യങ്ങൾ പഠിച്ച് അതിൽ നിന്നാണ് നിങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറുന്നതും അവിടെ നിന്ന് നിങ്ങൾ വളരുന്നതും. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ താൽക്കാലികം മാത്രമാണെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഇതൊക്കെയാണ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.